ഹേയ് ഹലോ. അപ്പോൾ ഞങ്ങളിതാ ഒരു യാത്ര പോവാണ്. തിരുവനന്തപുരത്തേക്കാട്ടാ പോണത്. ഒരു ദിവസത്തെ കാര്യമുള്ളൂ. പോവാ പിറ്റേ ദിവസം തന്നെ വരും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ രാത്രിയായിരുന്നു കേട്ടോ ട്രെയിൻ. രാത്രി ഒരു 11:15 ആ സമയത്തൊക്കെ ട്രെയിൻ. ഞങ്ങളവിടെ എത്തിയപ്പോൾ പിറ്റേ ദിവസം പുലർച്ചെയൊക്കെ ആയി. പിന്നെ രാവിലെ ആയിരുന്നു ഡോക്ടറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് പിറ്റേ ദിവസം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ പുലർച്ചെ ഒക്കെ ആയപ്പോൾ റൂമൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാൻ പോണ വഴിക്ക് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് ഹോസ്പിറ്റലിലേക്ക്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെയൊന്നും ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഉച്ചയോടക്കനൊക്കെ ആയപ്പോഴും അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് പിന്നെ അവിടെ എത്തിയപ്പോൾ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒട്ടും വയ്യായിരുന്നു. പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് പോയത്. അവിടെ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ലുലു മാളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇതുവരെ പോയിട്ടില്ല തിരുവനന്തപുരത്ത് ലുലു മാൾ വന്നിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഏറ്റവും വലിയ ലുലു മാളാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ പോയി കൊള്ളായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു ഉള്ളിൽ. ഞങ്ങൾ ലുലു മാളിലൊക്കെ പോയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി, അത്ര തന്നെ. പിന്നെ സ്റ്റുഡിയോയിൽ ഒന്ന് കയറണമല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ കയറാണ്ട് പോകണം മോശമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറി. ഒന്നും ഷോപ്പ് ചെയ്യാനോ അങ്ങനെയുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറുക, കാണുക, ഇറങ്ങുക, അത്ര ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ കളക്ഷനൊക്കെ നോക്കി. എല്ലായിടത്തുള്ള പോലെയൊക്കെ തന്നെ നല്ല ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു ട്രെയിനിലൊക്കെ ഞാൻ ശരിക്കും നല്ല ഉറക്കമായിരുന്നു. കാരണം എനിക്ക് നല്ല പനി പിടിച്ചു. അപ്പോൾ പിന്നെ വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ശരി, ഇത്രേ ഉള്ളൂ. ബൈ.